എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയായിട്ടാണ്. ചക്കക്കുരു കറി. നല്ല ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് ചക്കക്കുരു കറി ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അതിനായി ഞാൻ ഇത്രയും ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം. ഇതൊക്കെ ഇതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെയെല്ലാം കളഞ്ഞിട്ട് നല്ല വൃത്തിയായി കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്തിട്ട് വരാം. ഇതാ ഞാൻ ഇതുപോലെ വൃത്തിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇത് അല്പം ഇങ്ങനെ ഈ തൊലി ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ. അത് ഹെൽത്തിനും നല്ലതാണ്. നമുക്കിനി ഇത് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിതിന് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഒരു 3 വിസിൽ മതിയാവും ചക്കക്കുരു വെന്ത് കിട്ടാൻ. 3-4 വിസിൽ അത്രേ വേണ്ടി വരത്തുള്ളൂ. നമുക്കിത് മൂടി വയ്ക്കാം. കേട്ടോ. ഒരു 4 വിസിൽ വന്നിട്ട് നമുക്ക് നോക്കാം. 4 വിസിൽ വരുന്നപ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ വറുത്തരയ്ക്കണം. നമ്മൾ ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഈ ചക്കക്കുരു കറി ഉണ്ടാക്കുന്നത്. നമുക്ക് തേങ്ങ വറുത്തരക്കാനുള്ള അതൊക്കെ റെഡിയാക്കാം കേട്ടോ. തേങ്ങ വറുത്തരക്കാനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിത് വറുക്കാം. ഞാൻ ഇതുപോലൊരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് കുരുമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. തേങ്ങ വറന്ന് വരുമ്പോഴും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോഴേ ചേർത്ത് കൊടുക്കരുത്, പൊടികൾ കരിഞ്ഞു പോവും. തേങ്ങ നന്നായിട്ട് വറന്ന് വരുമ്പോൾ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ആദ്യം നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അധികം എരിവില്ലാത്ത മുളക് പൊടിയില്ലേ, നമ്മൾ എരിവിന് കുരുമുളക് പിന്നെ സവാളേൻ്റെ കൂടെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യം പോലെ ചേർക്കാം കേട്ടോ. ഞാൻ 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1.5 സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇറച്ചി മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. 1.5 സ്പൂണ് ഇറച്ചി മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് വാട്ടി കൊടുക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല, പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഒരു നുള്ള് ഗരം മസാലപ്പൊടി, ഒരു 1/4 സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ തീയിൽ ഈ പൊടിയുടെ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നമുക്കിത് തണിയാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇത് ഈ പാത്രത്തിൽ നിന്ന് തന്നെ ഈ ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. വേറെ പാത്രത്തിലാക്കിയിട്ട് തണിയാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് ഞാൻ തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കക്കുരു ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 വിസിൽ വന്നപ്പോൾ നമുക്കത് നോക്കാം. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരു. ഞാൻ കാണിച്ചു തരാം. കണ്ടോ,
നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ചതുങ്ങിയുണ്ടോ. ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ, നല്ലോണം ചതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. തേങ്ങ വറുത്തത് തണിയാൻ മാറ്റി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. അത് തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മാറ്റിയിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളമായാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതുപോലൊരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 സ്പൂണ് പെരിഞ്ചീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകമാണ്, വലിയ ജീരകം. പെരിഞ്ചീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ സ്പൈസസ് ആയ പട്ട, ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഏലക്കായുടെ കുരു ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായി, വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ, അതാണ് ഞാൻ ചേർത്തത്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി, ഒരു 10 അല്ലി ചെറിയുള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്, അതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ സവാള ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തത്. കുറച്ച് വലിപ്പത്തിൽ, അതായത് നമ്മൾ നീളത്തിലുമല്ല തീരെ ചെറുങ്ങനെയല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സവാള ഒന്ന് വാടി വരട്ടെ, അതുവരെ നമുക്കിങ്ങനെ ഒന്ന് വാട്ടി കൊടുക്കണം, ഇളക്കി കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്, ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പുളിക്ക് ആവശ്യമുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വേറെ പുളിയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്തലിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടി മാത്രം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. തക്കാളി ഒന്ന് വെന്തൊടിയാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെക്കാം. നമുക്ക് തക്കാളി വെന്തിനോ നോക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചക്കക്കുരു നമ്മൾ വേവിച്ച് വെച്ചിട്ട് വെള്ളത്തോടെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തരച്ച് വെച്ചിരിക്കില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പും കൂടി ഒന്ന് നോക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. നമുക്ക് ഗ്രേവി ആവശ്യത്തിന് എത്ര വേണ്ടതെന്ന് വെച്ചാൽ കുറുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്, കണ്ടോ. ഇനി നമുക്ക് വേണ്ടത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വറുത്തിടണം. കടുക് വറ്റൽ മുളകെല്ലാം ഇട്ടിട്ടൊന്ന് വറുത്തിടണം. നമുക്കിനി തീ ഓഫ് ചെയ്യാം. കറിയൊക്കെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം, എന്നിട്ട് വറുത്തിടാം കേട്ടോ. ഞാൻ ഇതുപോലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ കറിക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്താൽ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങാക്കൊത്ത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 വറ്റൽ മുളക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 തണ്ട് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തീ ഓഫ് ചെയ്യാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അപ്പാട് തന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ല. അപ്പാട് നമുക്ക് മൂടി വെക്കണം. ഒരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എല്ലാം അതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം. ഒരു 1 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി വെച്ചിട്ട് നമുക്കതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിക്കറി പോലെ തന്നെയുള്ള ഒരു ചക്കക്കുരു കറി കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്കക്കുരു കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഹെൽത്തിയുമാണ്. അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ടല്ലോ, ചക്കക്കുരു മാത്രം മതിയല്ലോ. ഇറച്ചിക്കറി പോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി. ഇതാ. Thanks for watching.